നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദുവിൻ്റെ അടുത്ത് സച്ചിദാനന്ദൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്തായാലും ആ പെൺകുട്ടി എന്തായി കയറി ഇങ്ങനെ ഒരു ചാനലിനകത്ത് കയറിയിരുന്ന് ഇങ്ങനെ ഒരു വലിയ കുടുംബത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതിനകത്തൊരു സത്യാവസ്ഥ ഇല്ലാതെ എന്തായാലും ഇങ്ങനെ ഒരു പെണ്ണ് കയറി ചാനലിൽ കയറിയിരുന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മളെ നന്ദുവിനാണെങ്കിൽ ഒന്നും തിരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെ നന്ദു ആണെങ്കിൽ സച്ചിദാനന്ദൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട് അതിനകത്തൊരു വാസ്തവവും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. കാണിക്കാൻ നമ്മൾ ഗോവിന്ദനെയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ കനകയെടുത്ത് പറയുന്നുണ്ട് ചേട്ടന്മാർ അനിയന്മാർക്ക് വേണ്ടി കുറച്ച് ത്യാഗം ചെയ്യുന്നതൊക്കെ കുഴപ്പമില്ല, നല്ലത് തന്നെ, പക്ഷേ ഇത് കുറച്ച് അധികം കൂടിപ്പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിന് എല്ലാവരും അറിയണമെന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം വെച്ചാൽ നവ്യയ്ക്ക് ഇപ്പോൾ ഇച്ചിരി അഹങ്കാരം കൂടിപ്പോയി. നവ്യയാണ് ഇപ്പം നമ്മൾ ആദർശന് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നതെന്നൊക്കെ നമ്മളെ നയന മോള് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നവ്യയെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ നീ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആദർശനെയും നവ്യയും നയനയൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ നമ്മളെ നവ്യയും അതുപോലെ തന്നെ നയനയും ആദർശം ഇങ്ങനെ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളെ നവ്യയാണെങ്കിൽ എന്തോ പറഞ്ഞു കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നയന പറയുന്നുണ്ട് ചേച്ചിയുടെ നാവ് ഒന്ന് അടക്കി വെച്ചില്ലെങ്കിൽ അവസാനം സങ്കടപ്പെടാൻ പോകുന്നത് ചേച്ചി തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കാലത്തും ഇപ്പോൾ എല്ലാവരും എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അതിന് നഷ്ടപ്പെടാൻ പോകുന്നതും എല്ലാം ചേച്ചിക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശം നയനയും കൂടെ അങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നവ്യ എങ്ങനെ ചിന്തിച്ച് നിൽപ്പുണ്ട് എന്താ നയന എന്താ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന നമ്മളെ നവ്യയും കാണിച്ചിട്ടാണ് നാളത്തെ പ്രമോ സ്റ്റോറി അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.